പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. എന്നാൽ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വന്നിരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ യേശു വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടണ്ട, അധൈര്യപ്പെടണ്ട, നിരാശപ്പെടണ്ട. നിങ്ങളെ രക്ഷിക്കുവാൻ യേശു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ കുടുംബത്തിൽ സന്തോഷമുണ്ട്, ഐക്യതയുണ്ട്, ദൈവമുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഐക്യത നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് പിശാചിനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പിശാചിനെ നാം തിരിച്ചറിയുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ്. ദൈവം സ്ഥാപിച്ച കുടുംബത്തിൽ സമാധാനമുണ്ട്. എന്നാൽ ആ സമാധാനം കവർന്നെടുക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്ന് പകലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങളുടെ തലമുറകൾ ദൈവഭയമുള്ളവരാകണം, അച്ചടക്കമുള്ളവരാകണം, അനുസരണമുള്ളവരാകണം. ദൈവത്തിൻ്റെ കുടുംബത്തിൽ അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളുടെ വാക്ക് കേൾക്കാത്തതുപോലെ, നിങ്ങളെ ഭയപ്പെടാത്തതുപോലെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ നിങ്ങളുടെ തലമുറകൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുസരണക്കേടിൻ്റെ വഴിയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തികളാണ്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, യേശു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. യേശു വന്നിരിക്കുന്നത് രക്ഷിക്കാനാണ്. യേശു വന്നിരിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാമോ? യേശുവേ, എന്നെ സഹായിക്കണമേ എന്ന് പറയാമോ? യേശുവേ, എൻ്റെ തലമുറയെ സഹായിക്കണമേ എന്ന് പറയാമോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക, യേശു വന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു നൽകാൻ വേണ്ടിയാണ്. യേശു വന്നത് നിങ്ങളെ സന്തോഷം ഉടുപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഐക്യത നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ യേശുവുണ്ട്. യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. യേശു സർവശക്തനാണ്. തന്നോട് യാചിക്കുന്നവരെ, തന്നെ അന്വേഷിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് മറുപടി കൽപ്പിക്കുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമോ? വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയുന്നു. നിങ്ങൾക്കൊരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒരുവനെ കൊണ്ട് ദൈവം നിങ്ങളുടെ കുടുംബത്തെ നേടാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കും. നഷ്ടപ്പെട്ട സന്തോഷത്തെ ദൈവം മടക്കി തരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. യേശു വന്നത് തന്നെ ഇങ്ങനെയുള്ള പൈശാചിക പ്രവൃത്തികൾ അഴിക്കാനാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നു. ഭാരപ്പെടണ്ട, പ്രാർത്ഥന കൂട്ടിക്കോ. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ കൺമുൻപിൽ വെളിപ്പെടുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.